നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആയൂർ കാരാളികോണം ഐശ്വര്യ ക്രഷർ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പണികൾ പുനരാരംഭിച്ചു. യൂണിയൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് ക്രഷർ ഉടമ ഹൈക്കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ സമ്പാദിച്ചാണ് വീണ്ടും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ CATU, BMS, INTUC, INTUC-S, AITUC, STU തുടങ്ങി 6 യൂണിയനുകൾ പ്രവർത്തിക്കുന്നതായി ഉടമ പറഞ്ഞു. പ്രഖ്യാപനം നടത്തിയേക്കുന്നവർ ഇവിടുന്ന് ലോഡ് എടുക്കുന്ന ഡ്രൈവർമാരാണ്. അവർക്ക് വേറെ 6 യൂണിയൻ ലോഡിംഗ് തൊഴിലാളി യൂണിയൻ ഇവിടെ ഉണ്ട്. ഇവർക്ക് 7ാമത് ഒരു യൂണിയനും കൂടെ വേണമെന്നും പറഞ്ഞ് കുറേ കാലമായി ഇങ്ങനെ 2-3 മാസമായിട്ട് ഇവർ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്കി നിലവിലുള്ള യൂണിയൻകാർ അതിനൊന്നും തയ്യാറാകുന്നുമില്ല. ഇവരെ കയറ്റാൻ തയ്യാറാകുന്നില്ല. കാരണം ഇവർക്കൊരു തൊഴിലുണ്ടല്ലോ. ഇവർ ലോഡ് എടുത്തുകൊണ്ട് പോകുന്ന ഡ്രൈവർമാരാണ്. ഡ്രൈവർമാർക്ക് ലോഡിംഗ് തൊഴിലാളി യൂണിയൻ വേണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലമായിട്ടും കേൾക്കുന്നത്. അങ്ങനെ യൂണിയൻ 6 യൂണിയനുള്ള അവരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇവർ കൊടികുത്താൻ ശ്രമിക്കുകയും അങ്ങനെ പല അവർക്ക് തോന്നിയ വിധത്തിലുള്ള ഇതിനെ തടസ്സപ്പെടുത്താനുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 22-ാം തീയതിക്ക് മുമ്പ് 2 ആഴ്ച മുമ്പ് ഇവർ ആ സമരപ്പന്തൽ കെട്ടി ഇതിവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കുകയായിരുന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ 21-ാം തീയതി കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റ് വന്ന് സമരം ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. 22-ാം തീയതി സമരത്തിന് അവർ വന്നപ്പം നമ്മളിത് അടച്ചിട്ട് ആവശ്യമായ കോടതി ഉത്തരവ് സമ്പാദിച്ചതിന് ശേഷം പോലീസ് പ്രൊട്ടക്ഷൻ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇന്ന് രാവിലെ തുറന്നു. അതിൻ്റെ കാരണം വേറെ ഇവിടെ നിലവിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോഡിംഗ് തൊഴിലാളി 6 യൂണിയനുണ്ട്. അതിനിടയ്ക്ക് ഇവരെ കയറ്റാൻ അവർ സമ്മതിക്കില്ല. ഇവർ തമ്മിലൊരു ക്യാഷാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രവർത്തനം നിർത്തിവെച്ചത്. അപ്പം ഇന്ന് അതിൻ്റെ ഓർഡറുകളെല്ലാം പൂർത്തീകരിച്ച് പോലീസിന് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഇന്ന് തുടങ്ങിക്കൊള്ളാൻ നിർദ്ദേശം കിട്ടി. ഇന്ന് തുടങ്ങുകയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം ഡ്രൈവർമാർക്ക് ലോഡ് എടുത്താൽ പോരെ, ലോഡിങ് വേണമെന്നാവശ്യപ്പെട്ട് ബാക്കിയുള്ള തൊഴിലാളി യൂണിയനുകളെ തടസ്സപ്പെടുത്തേണ്ട കാര്യം അവർക്കില്ലല്ലോ. അവർക്ക് ലോഡ് എടുത്താൽ മതിയല്ലോ. അതാണ് ഇന്നത്തെ സാഹചര്യം. നിലവിലെ ഡ്രൈവർമാർക്ക് ലോഡിംഗ് വിഭാഗത്തിൽ കൂടി യൂണിയൻ രൂപീകരിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ക്രഷറിലേക്ക് കയറുന്ന റോഡിൽ സമരപ്പന്തൽ കെട്ടി കേരള കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ സമരം ഉദ്ഘാടനം ചെയ്തിരുന്നു. തുടർന്ന് ചടയമംഗലം CI N സുനീഷിന്റെ നേതൃത്വത്തിൽ 6 യൂണിയനുകളുടെ നേതാക്കളും കേരള കോൺഗ്രസ് ബി നേതാക്കളും ക്രഷർ ഉടമ ചാക്കോയും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ലോഡിംഗ് വിഭാഗത്തിൽ കൂടി ഡ്രൈവർമാർക്ക് പുതിയ യൂണിയൻ രൂപീകരിക്കണം എന്ന ആവശ്യത്തെ നിലവിലുള്ള 6 യൂണിയനുകളും എതിർത്തതായി ക്രഷർ ഉടമയും ചടയമംഗലം CIയും അറിയിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ക്രഷറിൽ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് ബി രംഗത്ത് വന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രഷർ ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും പോലീസ് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്നു മുതൽ ക്രഷറിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചടയമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ക്രഷറിന് മുന്നിൽ രാവിലെ മുതൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷൻ വാങ്ങിയ സാഹചര്യത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് കേരള കോൺഗ്രസ് ബി നേതാക്കളും അറിയിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.